ഒരു ചൂടാണ്. ആഹാ, നീ ഇതെവിടെ പോയിട്ട് വരുന്നു? ഓ ഞാനില്ലേ, നസീമയുടെ മോളില്ലേ പ്രസവിച്ചല്ലോ, ആ കൊച്ചിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു. ഇതിനാ 2-3 ദിവസമായി. ഞാനൊന്നും കാണാൻ പോയില്ലായിരുന്നു. ആശുപത്രിയിൽ നമുക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പിന്നെ ഇപ്പോൾ ഒന്ന് പോയി കാണാൻ പോയിട്ട് വന്ന ആൺകുഞ്ഞ്, നല്ല തത്തമ്മ പോലത്തൊരു കുഞ്ഞ്. നീ പോയി കണ്ടോടി? ഓ എനിക്കൊന്നും കാണണ്ട. ആണായാലും പെണ്ണായാലും എല്ലാം കണക്ക് തന്നെ. ഇപ്പം എനിക്ക് ആൺകൊച്ചുങ്ങളുടെ കാര്യം പറയുന്നതേ എനിക്കിഷ്ടമല്ല. എനിക്കിപ്പോൾ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ പെൺകൊച്ചിനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഞാനൊന്നും കാണാൻ പോയൊന്നുമില്ല. എനിക്കിട്ട് കാണാൻ വേണ്ട. യോ, എനിക്കെന്താ? ആണായാലും പെണ്ണായാലും റബ്ബ് തരുന്നത്. അതിനെ നമ്മൾ 2 കൈ കൊണ്ട് സ്വീകരിക്കുക. എന്നിട്ട് നമ്മൾ പൊന്നുപോലെ അതുങ്ങളെ വളർത്തി ഒരു നിലയ്ക്ക് എത്തണം. അതൊക്കെയല്ലേ ഇന്ന് ഇവിടുത്തെ ജീവിതം തന്നെ. മക്കളെ നമ്മൾ വളർത്തുക, അത്രയേ ഉള്ളൂ. പൊന്നുപോലെ വളർത്തിയെടുക്കുക. ഇപ്പം ആണായാലും പെണ്ണായാലും വളർത്തിയല്ലേ പറ്റത്തുള്ളൂ. എന്നിട്ട് എന്തേടി നീ പൊന്നുപോലെ വളർത്തി നിൻ്റെ മോനെ? നീ എന്താ നിലത്തും താഴ്ത്തി വെക്കാതെ നീ വളർത്തിക്കൊണ്ടെന്ന് മോനല്ലേ? എന്നിട്ട് എന്തേ? നിന്നെയും കളഞ്ഞിട്ട് അവനുള്ള കേസിലും പെട്ട് ഇപ്പം എവിടെ കിടക്കും അവന്? സുഖ കേന്ദ്രത്തിലോ? അതുകൊണ്ടേ ഒന്നും പറയിപ്പിക്കരുത്. ഒരു പെൺകൊച്ചായിരുന്നെങ്കിൽ, അല്ല പെണ്ണും കണക്ക് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത്. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കല്ല എന്നെ കൊണ്ട്. ഓ, പൊന്നുപോലെ വളർത്തി, ഞാനും വളർത്തിയതല്ലോ. അതിൻ്റെയൊക്കെ സ്വഭാവം എന്നാ മാറുന്നതെന്ന് പടച്ച തമ്പുരാനും എത്ര അറിയാം. ഓ, അതൊക്കെ വിധിയല്ലോടി. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ വിധി തരുന്നതും റബ്ബ് തന്നെയാണ്. ആകെപ്പാട് ഒറ്റ മോനേ ഉള്ളൂ. അവനിങ്ങനെ പോയി. അവൻ്റെയും കുഴപ്പമില്ലടി, കൂട്ടം തെറ്റിയൊക്കെ പോയതാണ്. പിന്നെ അതിനെപ്പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. റബ്ബ് ഇന്ന് ഞാൻ ദുഃഖിക്കുന്നതന്നെ റബ്ബ് നാളെ എനിക്കൊരു സന്തോഷം സുഖം തരുമായിരിക്കും. ഓ, എന്ത് പറഞ്ഞാലും വിധി. ചുമ്മാ വിധിയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. വിധി വിധി വിധി, ഇത് തന്നെ എല്ലാവർക്കും പറയാനുള്ള വിധി. അതൊക്കെ പോട്ടെ. നിൻ്റെ മരുമോൾക്ക് എത്ര മാസമായി? അതിനെപ്പറ്റി ഒന്നും ചോദിക്കാനോ തിരക്കാനോ ഒന്നും വരാൻ പറ്റിയില്ല. എൻ്റെ അവളിവിടെ ഉണ്ടാ? എത്ര മാസമായി അവൾക്ക്? ഓ, ഞാനതൊന്നും തിരക്കാറൊന്നുമില്ല. എനിക്കിട്ട് അറിയത്തില്ല എത്ര മാസമായെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ. ഞാൻ തിരക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. മക്കൾ വേണമെന്നോ കൊച്ചുമക്കൾ വേണമെന്നോ എനിക്ക് ഒരു ആഗ്രഹവുമില്ല. നമ്മൾ കന്നേ പൊന്നേന്നൊക്കെ വിളിച്ച് നമ്മൾ വളർത്തുന്ന മക്കൾ നമ്മളടുത്ത് ചെയ്യുന്നത് എന്താണെന്നൊന്നും പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവാരെന്ന് പറഞ്ഞാൽ ഈ മക്കളില്ലാത്തവരാണ്. അവർക്ക് മക്കളില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ അവർക്കുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മക്കളുള്ളവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമവും വേദനയും മനോവേദന എല്ലാം അവർ സഹിക്കുന്നത് തന്നെ. ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും മക്കളില്ലാതിരിക്കുന്നവർക്കാണ് ഏറ്റവും ഭാഗ്യം. അവരാണ് പുണ്യം ചെയ്ത ആൾക്കാർ. കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ഒരു നിലയിലാക്കുമ്പം അവരൊക്കെ എന്തോ നമ്മുടെ അടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെറുത്ത് പോവുകയാണ്. ഇപ്പം എനിക്ക് കൊച്ചുമക്കളും വേണമെന്നില്ല, മക്കൾ വേണമെന്ന് പോലും എനിക്കില്ല. എനിക്ക് പേടിയാണ് ഇപ്പം എനിക്കെല്ലാവരും. നീ ഇതെന്തോ ഈ പറയുന്നത്? ഇതൊക്കെ സന്തോഷിക്കേണ്ട സമയമല്ലേ. ഇന്നാൾ വേറെ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടോ തിരക്കി നടന്ന ആൾ ഇപ്പം അതുങ്ങൾക്കൊരു വിശേഷം വന്നപ്പോൾ സന്തോഷം വന്നപ്പോൾ നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ പെണ്ണ് കേട്ട മനസ്സ് വിഷമിക്കും കേട്ടാ. പടച്ചോൻ തരുന്നതിന് ഇതാണായാലും പെണ്ണായാലും അങ്ങ് സ്വീകരിക്കുക. അതിന് സന്തോഷം കൊടുക്കേണ്ട സമയമാണ്. നീ ചുമ്മാ, നിനക്ക് എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ നിൻ്റെ പ്രശ്നം? എനിക്കൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല. ഞാനുള്ള കാര്യം തന്നെ പറയുമ്പോൾ എനിക്ക് ഭ്രാന്താണോ? ഞാനുള്ള കാര്യം തന്നെ ഈ പറയുന്നത്. നീ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളോ നീ എന്നെ അറിയുന്നില്ലേ? ഓരോ ദിവസവും ഓരോ ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളാണ്. ഇപ്പം മൊത്തം ലഹരിക്കൊട്ടുണ്ടായിട്ട് എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് തന്നെ. അപ്പം നമുക്കിപ്പം മക്കളെന്ന് വിളിക്കുമ്പോൾ നമുക്കിപ്പോൾ പേടിയാണ്. അവർ തിരിച്ചെങ്ങനെ നമ്മുടെ അടുത്ത് പ്രതികരിക്കുന്നതെന്ന് ഓർത്തിട്ട്. ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസം ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം ഇപ്പം നമ്മൾ ജീവിച്ച ലോകമാണിത് അല്ല. ഇപ്പം ലോകം തന്നെ നമ്മളിപ്പോൾ വേറെ എവിടെയോ ജീവിക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഓരോ ദിവസം പേടിച്ചിട്ടാണ് ഉണരുന്നത് തന്നെ. ഇന്ന് എന്താ സംഭവം കേൾക്കുന്നത്? ഓരോ ദിവസം ഓരോ വാർത്തകൾ കേട്ട് തല പെരുത്തിരിക്കുകയാണ്. നമ്മൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വരുന്ന മക്കൾ നമുക്ക് തിരിയുമ്പോഴൊരു വിഷമം. നീ ഒരുപാട് അനുഭവിച്ചതല്ലേ, ഇപ്പോഴും നീ അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പം ഞാൻ പറയാതെ തന്നെ എനിക്കറിയാമല്ലോ. എന്തിനാ മക്കൾ, നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്ന മക്കൾ ചെയ്യുന്ന ക്രൂരത എന്തുവാ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയാന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അങ്ങ് വെറുത്ത് പോവുക.
നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ ഈ ലോകത്ത് സുരക്ഷിതവേ അല്ല. ഇപ്പോൾ മുട്ടയിൽ നിന്ന് വീഴുന്ന കുഞ്ഞുങ്ങൾ തന്നെ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്. 10-12 വയസ്സ് കുഞ്ഞുങ്ങൾ ഇപ്പോഴെങ്കിൽ ലഹരിക്കങ്ങ് അടിമയാവുക. ആ കുഞ്ഞുങ്ങൾ വേറെ തള്ളയുടെ തന്തയുടെ മുന്നിൽ വിരൽ ചൂണ്ടാൻ സമയമായി. നമ്മളൊക്കെ ജീവിച്ച കാലമാണ് ഇതിപ്പോൾ. ഇപ്പോൾ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ശരിയാ നീ പറഞ്ഞത്. ഓരോ ദിവസവും ഓരോ വാർത്തകളൊക്കെയാണ്. സത്യത്തിൽ ഇങ്ങനെ നടക്കുന്നെങ്കിലും പേടിയാണ്. ഇതൊക്കെ എന്നാവോ മാറിക്കിട്ടുക എന്ന് പടച്ച തമ്പുരാൻ മാത്രം അറിയാം. നമ്മുടെ ലോകം തന്നെ ഇപ്പം പിഴച്ചു പോയെന്ന് വേണം പറയാനായിട്ട്. ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. ഒരു മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. എപ്പോഴാണ് ഏത് സമയത്താണ് അവരുടെ സ്വഭാവം രീതി മാറുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവമാണ് നമ്മുടെ മക്കളിൽ നിന്ന്. പറഞ്ഞതെല്ലാം നേരെ തന്നെയാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞുങ്ങളിൽ നിന്ന് ഓരോന്നും ഉണ്ടാവുകയാണ്. കൊച്ചുമക്കളിൽ നിന്നാണെങ്കിലും ഇപ്പോഴും ഓരോ വാർത്ത കേൾക്കും, മറ്റൊരിടത്ത് ഓരോ വാർത്ത കേൾക്കുമ്പം തന്നെ ശരിയാ. ഇന്നിപ്പം നമ്മൾ രണ്ടുപേരോട് വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണോ ഇതൊക്കെ? പടച്ചോൻ മാറ്റുമായിരിക്കും. എന്നാണാവും.